വിദ്യാർത്ഥിക്കാരെ കറുത്ത മുഖംമൂടി അണിയിച്ച പോലീസുകാർ ഹാജരാക്കിയ സംഭവത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു സതീശൻ. സഭയെ ഞെട്ടിച്ചുകൊണ്ടാണ് സതീശൻ വിഷയത്തിൽ ആഞ്ഞടിച്ചത്. പോലീസിന് ഇത്തരം നടപടിക്കെതിരെ നടപടി എടുത്തിരിക്കണമെന്നാണ് സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാവത്തിൽ മന്ത്രി VN വാസവനാണ് മറുപടി നൽകിയത്. അന്വേഷണം ഉണ്ടാകുമെന്നും സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പും നൽകി. സഭയ്ക്ക് പുറത്തും പോലീസിന്റെ അടപ്പൂരിയാണ് സതീശൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുമെന്നും സതീശൻ നേരത്തെ തന്നെ ഉറപ്പും നൽകിയതാണ്. ആ വാക്ക് പാലിച്ച വിഷയത്തിൽ ശക്തമായി ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി, പ്ലീസ്. സർ, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ KSU SFI സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് KSU പ്രവർത്തകർക്ക് മാത്രം എതിരായി കേസെടുത്ത് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഗണേഷ് ആറ്റൂർ, അതുപോലെ ഗവൺമെൻറ് കോളേജിലെ കിള്ളിമംഗലം ഗവൺമെൻറ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അസ്ലം, യൂണിറ്റ് ഭാരവാഹി ഒറ്റപ്പാലം കോളേജിലെ അല്ലമീൻ എന്നിവരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SHO UK ഷാജഹാന്റെ നേതൃത്വത്തിൽ കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് മുഖം മൂടി അണിയിച്ച് കൈ പിന്നിൽ കെട്ടി വിലങ്ങ് വെപ്പിച്ച് സർ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. സർ, തീവ്രവാദികളെ പോലും ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ ചെയ്യാറില്ല. സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. വിലങ്ങ് വെപ്പിച്ച് കുട്ടികളെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ കറുത്ത തുണി വെച്ച് മുഖം മൂടി വിലങ്ങ് വെച്ചിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന ദയനീയമായ സംഭവം ഉണ്ടായി. സർ, ഈ നടപടിയെ, പോലീസ് നടപടിയെ അതിശക്തമായി കോടതി വിമർശിക്കുകയും എന്തിനാണ് മുഖം മറച്ച് വിലങ്ങണിയിച്ച് ഹാജരാക്കിയെന്ന് ചോദിക്കുകയും എന്നാൽ കൃത്യമായ മറുപടി പറയാൻ പോലീസിന് സാധിക്കാത്തതിനെ തുടർന്ന് SHOയ്ക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകുകയും ജില്ലാ പോലീസ് മേധാവി വഴി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സാർ, ഇത് നമ്മുടെ കേരളമല്ലേ? നമ്മുടെ കേരളത്തിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം എത്രയോ കൊല്ലമായിട്ടുള്ളതാണ്. വിദ്യാർത്ഥികൾ തമ്മിൽ, എന്നിട്ട് ഈ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് മാതാപിതാക്കളെ ഈ SHO ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 6 പ്രാവശ്യമാണ് ഇയാൾ വീട്ടിൽ പോയി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ കോളേജിലുണ്ടായ കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പുറത്ത് വീടുകളിൽ, ബന്ധുവീടുകളിൽ പോയി കുന്നംകുളത്തെ കേസ് ഇവിടെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചാണ്. സാർ, അന്ന് ആ കുന്നംകുളത്ത് ശുചിത്ത് മർദ്ദിക്കപ്പെടുമ്പോൾ അവിടുത്തെ SHO ആയിരുന്ന അതേ SHO ആണ് ഈ കാര്യം ചെയ്തത് എന്നത് കുറെ കൂടി ഗൗരവം അർപ്പിക്കുന്നത്. സാർ, സർക്കാർ അടിയന്തരമായ നടപടികൾ, അച്ചടക്ക നടപടികൾ, ശിക്ഷാ നടപടികൾ ഈ കേസിൽ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, കോഴിക്കോട് സർവകലാശാല D സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് കിള്ളിമംഗലം കോളേജിലും മാള കോളേജിലും ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന് തുടർച്ചയായി 19/8/2025 ഗണേഷ് എന്നയാൾ ഉൾപ്പെടെ 7 പേർ ചേർന്ന് 2 വിദ്യാർത്ഥികളെ തലക്കടിച്ചും മറ്റ് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പണവും മൊബൈൽ ഫോണും കവരുകയും ചെയ്തുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 645/2025 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഗണേഷ് ഉൾപ്പെടെയുള്ള 3 പേരെ 11/9/2025 കൊയിലാണ്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. അക്രമത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി പ്രതികളെ മുൻപരിചയമില്ലെന്നും കണ്ടാൽ തിരിച്ചറിയുമെന്നും മൊഴി നൽകിയതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടതായുണ്ട്. അതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടി മുമ്പായി പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിച്ചാണ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥികളെ വിലങ്ങ് വെച്ചതായി പരാതി ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ വിലങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയോട് സർക്കാരിന് യോജിപ്പില്ല. ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുവാനും അന്വേഷണ വിധേയമായി സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സ്ഥലം മാറ്റുവാനും